ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിയും പുളിയാണ്. ഈ ഓണത്തിന് ഇഞ്ചിയും പുളി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ 3 ഉണക്കമുളകിടാം. ഒരു 100 ഗ്രാമോളം ഇഞ്ചി ചേർക്കാം. നന്നായി പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായി മൂപ്പിക്കാം. ഇതിലേക്ക് ഒരു 15 ചുവന്നുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് ചേർക്കാം. നന്നായി വഴറ്റി കൊടുക്കണം. ബ്രൗൺ കളറാവണം. അഞ്ച് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇതിലേക്കിടാം. ഒരു 5 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈന്തപ്പഴം, സോഫ്റ്റ് ആവാനായിട്ട്. അത് ഇതിലേക്കിടാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതേപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഒന്നരച്ച് വെല്ലം ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല്ല, ഉരുകി വരട്ടെ. ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര അലിഞ്ഞ് ചേർന്നുള്ളൂ. ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. നല്ല ഇഞ്ചമ്പുളിയുടെ മണം വരുന്നുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഈ ഓണത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പരുവത്തിൽ വറ്റിച്ചെടുക്കണം. ഇലയിൽ വിളമ്പുന്ന വിധത്തിൽ കട്ടിയിൽ തിക്നെസ്സിൽ വേണം ഇത് ഉണ്ടാക്കാൻ. ഇങ്ങനെ ഇഞ്ചമ്പുളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല തിക്നെസ്സിൽ വേണം ഇലയിൽ വിളമ്പാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.